ഗാന്ധി സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു എന്നത് നമുക്ക് എത്ര തന്നെ ആലോചിച്ചിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി ഇപ്പോഴും നിൽക്കുകയാണ്. കാരണം ഗാന്ധി ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്ത ആളായിരുന്നില്ല. ഗാന്ധി ലോകത്തിന് മുന്നിൽ സമാധാനത്തെക്കുറിച്ച് മാത്രം, സാഹോദര്യത്തെക്കുറിച്ച് മാത്രം, സ്നേഹത്തെക്കുറിച്ച് മാത്രം ജീവിതത്തിലുടനീളം പറയുകയും അതിനു വേണ്ടിയിട്ട് ഇടപെടുകയും പോരാടുകയും ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും അക്രമരാഹിത്യത്തെക്കുറിച്ചുമെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ എന്തുകൊണ്ടായിരിക്കും വെടിയേറ്റ് മരിക്കേണ്ടി വന്നിട്ടുണ്ടാവുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഈ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. 1947 രാജ്യം സ്വതന്ത്രമാവുന്ന സന്ദർഭത്തിൽ എവിടെയായിരുന്നു ഗാന്ധി എന്നത് ചരിത്ര പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഗാന്ധി ഡൽഹിയിൽ അധികാരം കൈമാറുന്ന സന്ദർഭത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടോ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടോ അധികാരത്തിൻ്റെ എന്തെങ്കിലും താല്പര്യത്തെ മുൻനിർത്തിയിട്ടോ അങ്ങനെയുള്ള ചർച്ചകളിലോ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിലോ ആയിരുന്നില്ല. 47 ഇന്ത്യ സ്വതന്ത്രമാവുന്ന സന്ദർഭത്തിൽ ഗാന്ധി ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വർഗീയത കൊണ്ട് മുറിവുണ്ടായപ്പോൾ ആ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്രമായ ശ്രമത്തിലായിരുന്നു. പക്ഷെ എന്നിട്ടും ഗാന്ധി കൊല ചെയ്യപ്പെടുകയാണ്. ആരാണ് ഗാന്ധിയെ കൊന്നത്? എന്താണ് ഗാന്ധി കൊല ചെയ്യപ്പെടാൻ ഇടയായ സാഹചര്യം? ഗാന്ധിയെ കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നാഥുറാം വിനായക് ഗോഡ്സെ പിൻപറ്റിയ ആശയം എന്താണ്? നാഥുറാം വിനായക് ഗോഡ്സെ പിൻപറ്റിയ ആശയം തീവ്ര ഹിന്ദുത്വ ആശയമാണ്, ഹിന്ദു മത ആശയമല്ല. ഹിന്ദുത്വവും ഹിന്ദു മത ആശയവും രണ്ടും രണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഹിന്ദുത്വത്തിന് എതിരായി ആരെങ്കിലും പ്രസംഗിച്ചാൽ, ഗാന്ധിയെ കൊന്ന ഹിന്ദുത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ, RSSും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇതാ ഹിന്ദു മതത്തെ അവഹേളിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ ഗാന്ധി മുന്നോട്ട് വെച്ച ഹിന്ദുമത സങ്കല്പവും ഗാന്ധി പിന്തുടർന്ന ഹിന്ദുമത ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസ പ്രമാണങ്ങളും ഗാന്ധിയെ കൊന്നുതള്ളിയ സംഘപരിവാർ പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ആശയവും രണ്ടും രണ്ടാണ് എന്ന് നിരന്തരം പറയുക എന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. നമ്മളെപ്പോഴും ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയും, 48 ഗാന്ധി ബിർള മന്ദിര മണിമുറ്റത്തുകൂടി പ്രാർത്ഥനാ യോഗത്തിലേക്ക് നടന്നു പോകുമ്പോൾ നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചു, അവിടെ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ നെഞ്ചിലേക്ക് വെടിയേറ്റ് ഗാന്ധി വീഴുന്ന സമയത്ത് ഗാന്ധി ഹേ റാം എന്നാണ് ഉച്ചരിച്ചത്. ഗാന്ധിയെ വെടിവെച്ച് കുതറിമാറിയിട്ടുള്ള ഹിന്ദുത്വ ഭീകരൻ നാഥുറാം വിനായക് ഗോഡ്സെ ജയ് ശ്രീറാമാണ് മുഴക്കിയത്. ഇപ്പൊ ഗാന്ധിയുടെ രാമനും ഗോഡ്സെയുടെ രാമനും രണ്ടും രണ്ടാണ് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും വ്യക്തതയോടുകൂടി ഇന്ത്യയിലുടനീളം പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്നിപ്പോൾ 48 ഗാന്ധി വധത്തിന് നേതൃത്വം കൊടുത്തവർ നാഥുറാം വിനായക് ഗോഡ്സെയെ നയിച്ച പ്രത്യയശാസ്ത്രം രാജ്യത്തിൻ്റെ ഭരണത്തിലെത്തി നിൽക്കുന്നു എന്നതും ഒരു കാര്യമാണ്. ഗാന്ധി ഘാതകർ രാജ്യത്തിൻ്റെ ഭരണാധികാരികളായി മാറിയിരിക്കുന്നു.
എങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്? ഇപ്പം മതത്തെയും വിശ്വാസത്തെയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഈ മതസ്വത്വവാദ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിയത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇതും നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അതുകൊണ്ട് ഗാന്ധിയെ കൊന്നവർ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിലൊന്നും വലിയ തെറ്റില്ല. രാജ്യത്തെ ജനങ്ങൾ അവരെയാണല്ലോ അംഗീകരിച്ചത്. അതുകൊണ്ട് ഈ ഡിവൈഎഫ്ഐക്കാരും ഇടതുപക്ഷത്തിൻ്റെ ആളുകളെല്ലാം പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്നും പ്രചരിപ്പിക്കുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത്തരം മതരാഷ്ട്രവാദികൾക്ക്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് എത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞെങ്കിലും ഒന്നും അധികകാലം നീണ്ടുപോയതിൻ്റെ ചരിത്രം കാണാൻ വേണ്ടി കഴിയില്ല. ഗാന്ധി ഘാതകരെ ആവേശപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ ഭരണാധികാരികളിൽ ഒരാളാണ് ഹിറ്റ്ലർ, മറ്റൊരാളാണ് മുസോളിനി. ആ മുസോളിനിയുടെ, ഹിറ്റ്ലറിൻ്റെ അനുഭവം എന്താണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഗാന്ധിയെ കൊന്ന് മതസ്വത്വവാദ ആശയം മുന്നോട്ട് വെച്ച് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി താൽക്കാലികമായ രാഷ്ട്രീയ അധികാരം കയ്യേറിയിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനം എല്ലാ കാലത്തും ഇന്ത്യ ഭരിച്ച് മുന്നോട്ട് പോകും എന്നൊന്നും ആരും കരുതേണ്ടതില്ല. അവർക്കെല്ലാം ജനങ്ങളുടെ പ്രതിരോധത്തിന് മുന്നിൽ, ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഗാന്ധി വധത്തിന്റെ വിചാരണ വേളയിൽ നാഥുറാം വിനായക് ഗോഡ്സെ ദീർഘമായ ഒരു പ്രസ്താവന എഴുതി വായിക്കുന്നുണ്ട്. ആ ദീർഘമായ ആ പ്രസ്താവനയുടെ ആകെ തുക എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ എന്തിന് കൊന്നു എന്നതിൻ്റെ ഉത്തരമാണ്. ഗാന്ധിയെ എന്തിന് കൊന്നു എന്ന് ആ വിചാരണ കോടതിയിലെ ഈ കൊലയാളിയുടെ പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടി നൽകുന്ന ഒരു ഉത്തരം, ഗാന്ധി ഈ രാജ്യം ഹിന്ദുത്വ രാജ്യമായി മാറുന്നതിന് എതിർപ്പ് രേഖപ്പെടുത്തി. രാജ്യം ഒരു മതരാഷ്ട്രമായി മാറിയതിനെ, രാജ്യം ഒരു മതരാഷ്ട്രമായി മാറുന്നതിനെ എതിർത്ത ആളാണ് ഗാന്ധി. ഈ രാജ്യം ഒരു മതരാഷ്ട്രമായി മാറാൻ പാടുണ്ടോ? RSSും BJPയും പ്രചരിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളുടെ രാജ്യമാണോ ഇന്ത്യ? ഒരിക്കലുമല്ല എന്ന് ഈ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എപ്പോൾ മുതലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇന്ത്യ എന്ന സങ്കല്പവും ഈ ദേശീയതാ സങ്കല്പമെല്ലാം എപ്പോഴാണ് ഉണ്ടായത്? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാവണം, അല്ലേ? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലയാളത്തിലുണ്ടായ കവിതയാണ് സാരേ ജഹാംസെ അച്ഛ. മലയാളത്തിൽ, ഉറുദുവിൽ, ഹിന്ദിയിൽ, ബംഗാളിയിൽ, തമിഴിൽ, കന്നഡയിൽ, കൊങ്കണി ഭാഷയിൽ, ഇങ്ങനെ എത്രയെത്ര ഭാഷകളിൽ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച മുദ്രാവാക്യങ്ങൾ, ദേശീയതാബോധം തുളുമ്പുന്ന കവിതകൾ, കഥകൾ, നാടകങ്ങൾ. എപ്പോൾ മുതലാണ് ഇതൊക്കെ ശക്തിപ്പെട്ടത്? പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന സങ്കല്പമുണ്ടോ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ എന്ന സങ്കല്പമുണ്ടോ? എപ്പോൾ മുതൽ ഇതൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ കൃത്യമായും ദേശീയ പ്രസ്ഥാനം അതിന് നേതൃനിരയിൽ ഗാന്ധിയുടെ വരവോടുകൂടിയിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പത്തിൻ്റെ ഭാഗമായി ഈ രാജ്യത്തെ നാനാവിഭാഗം ആളുകളും ഒരുമിച്ച് അണിനിരന്നത്. അതിനു മുന്നേ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വിവിധ വിഭാഗം ആളുകൾ പൂർണ്ണമായും അണിനിരന്നിരുന്നില്ല. അവരെല്ലാം വ്യത്യസ്ത ചേരികളിൽ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു ജനതയായിട്ട് അധിവസിക്കുകയായിരുന്നു. 450 കൂടുതൽ നാട്ടുരാജ്യങ്ങൾ, വിവിധ ഗോത്രങ്ങൾ,
അങ്ങനെ 450-ൽ കൂടുതൽ നാട്ടുരാജ്യങ്ങളും ഗോത്രങ്ങളും ജാതീയമായ സംഘർഷങ്ങളും മതപരമായ സംഘർഷങ്ങളും വംശീയ പ്രശ്നങ്ങളും ഭാഷാപരമായ പ്രശ്നങ്ങളും ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കള്ളികളിൽപ്പെട്ട ജനത പരസ്പരം തമ്മിലടിക്കുന്ന ഒരു ഇടമായിരുന്നു ഈ രാജ്യം, ഈ ഭൂപ്രദേശം. പക്ഷെ അങ്ങനെ തമ്മിലടിക്കുന്ന ജനത ഒറ്റ മനസ്സോടുകൂടിയിട്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം, അർക്കനസ്തമിക്കാത്ത ആംഗ്ലേയ സാമ്രാജ്യത്തെ കെട്ടുകെട്ടിക്കാൻ ആവശ്യമായ പോരാട്ടത്തിന്റെ പോർമുഖത്ത് ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ പോർമുഖത്ത് അണിനിരന്ന അനുഭവങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതിനു മുന്നേ മതപരമായ ഉള്ളടക്കം ദേശീയ പ്രസ്ഥാനത്തിൽ നിഴലിച്ചു കണ്ടിരുന്നു. പക്ഷേ ഗാന്ധിയുടെ വരവോടുകൂടി മതനിരപേക്ഷമായ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു ദേശീയതാ സങ്കല്പവും അതിൻ്റെ രാഷ്ട്രീയവും ആശയവും ശക്തിപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നിപ്പോൾ RSS സംഘപരിവാർ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യമാണെന്നാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു മതത്തെ വംശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘാടനമായിരുന്നോ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്നലകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുക? ഒരിക്കലുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീയാളുന്ന ചരിത്രം നോക്കിയാൽ അവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, വിശ്വാസിയുണ്ട്, വിശ്വാസി അല്ലാത്തവരുണ്ട്, പാഴ്സിയുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. വിവിധ വിഭാഗം ജനതയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ കൂടിയാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരന്നത്. അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പം ഇവിടെ രൂപപ്പെട്ടത്. RSS രൂപീകരിക്കപ്പെടുന്നത് 1925-ലാണ്. 25-ൽ രൂപീകരിച്ച RSS 47 വരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും ഉത്തരം പറയാൻ വേണ്ടി കഴിയും. അന്ന് RSS ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്താനാണ്. സവർക്കർ എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതാവ് ജയിലിൽ കിടക്കേണ്ടി വന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് മാപ്പെഴുതി കൊടുത്തു. ഭീരുവായിരുന്നു സവർക്കർ. ആ സവർക്കറെയാണ് ഇന്ന് RSS. ഞങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആരുടെ നേതൃത്വത്തിൽ? വീര സവർക്കറുടെ നേതൃത്വത്തിൽ എന്നാ പറയുന്നത്. എന്താ അദ്ദേഹം കാണിച്ച ധീരത? വീര സവർക്കർ എന്ന് പേരിടാൻ എന്ത് പ്രവൃത്തി അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കാണിച്ചത്? എത്ര തവണയാ മാപ്പെഴുതി കൊടുത്തത്? മാപ്പെഴുതി കൊടുത്തു എന്ന് മാത്രമല്ല, ആ മാപ്പപേക്ഷയിൽ പറയുന്നു, നിങ്ങൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ഞാൻ അണിനിരത്തും. ആർക്ക് വേണ്ടി? ബ്രിട്ടീഷ് രാജ്ഞിക്ക് അനുകൂലമായിട്ട്. അങ്ങനെ നാണമില്ലാതെ പലതവണ മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു കിടന്ന ആളെ വീര സവർക്കർ എന്ന് ആനയിച്ച് ഞങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ RSSന്റെ ആ കാലത്തെ സമുന്നതരായ നേതൃത്വം അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, എന്തിന് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തണം? നിങ്ങളിങ്ങനെ ഈ ബ്രിട്ടീഷ് വിരുദ്ധമായ സമരത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ഊർജം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കുചേരണം. ആരൊക്കെയാ ആഭ്യന്തര ശത്രുക്കൾ? ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തത് മുസ്ലിമാണ്. ആഭ്യന്തര ശത്രുക്കളിൽ രണ്ടാമത് ക്രിസ്ത്യാനിയാണ്. മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്.
അപ്പൊ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദ്, ഉദ്ധം സിംഗ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ ഒരു ധാര വേറെ, ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ധാരയുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യധാര അങ്ങനെയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വൈവിധ്യപൂർണമായ ധാരകൾ വേറെയുമുണ്ട്. പക്ഷെ അവിടെയെല്ലാം ലക്ഷ്യം ഒന്നായിരുന്നു. ആത്മാർത്ഥമായി ഈ രാജ്യത്തിന്റെ മോചനമായിരുന്നു. അങ്ങനെ ആത്മാർത്ഥമായി ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധങ്ങളായ സമരത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ആ സമരത്തെ ഒറ്റുകൊടുക്കുകയും ആ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാം ഇവിടെ നടിച്ചോടിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടമാണ് നടത്തേണ്ടത് എന്ന് വർഗീയമായി വിഭജനത്തിന്റെ ബോധത്തോടുകൂടി ഇവിടെ പ്രചരിപ്പിച്ചവരാ ഈ സംഘപരിവാർ. ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പൂർവികരായിട്ടുള്ള ആളുകൾ, ഹിന്ദു മഹാസഭയുടെ ആളുകൾ, അവരെല്ലാം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ അസംബ്ലിയിൽ ചില ശബ്ദങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനാ അസംബ്ലിയിൽ അവർ പറഞ്ഞു, രാജ്യത്തിന്റെ പതാകയുടെ നിറം ഈ ത്രിവർണ്ണ പതാക ആവരുത്, പകരം RSSന്റെ പതാക, കാവി പതാകയായിരിക്കണം എന്നാ പറഞ്ഞത്. രാജ്യത്തിന്റെ പേര് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്തു. ആ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ച ഇന്നും നമുക്ക് രേഖകളിൽ കൂടി കാണാൻ വേണ്ടി കഴിയും. ഭാരതം എന്ന പേർ കൊടുക്കണമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൾ വേണ്ടതുണ്ടോ, ഇങ്ങനെ പല വിധത്തിലുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച രാജ്യത്തിന് മതം വേണോ വേണ്ടയോ എന്ന ചർച്ചയായിരുന്നു. കുറെ ആളുകൾ പറഞ്ഞു, ഇന്ത്യയിൽ ഭൂരിഭാഗവും ഹിന്ദു മതത്തിൽപ്പെട്ടവരല്ലേ, അപ്പൊ ഭൂരിഭാഗം വരുന്ന ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അപ്പോൾ ഗാന്ധിയെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട് അന്ന്. ഗാന്ധി പറഞ്ഞത്, ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യർക്കും ഒറ്റ മതമാണെങ്കിൽ പോലും രാജ്യത്തിന് പ്രത്യേകം ഒരു മതം വേണ്ടതില്ല എന്ന ഗാന്ധി പറഞ്ഞത്. രാജ്യത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരു മതം, എന്നാൽ പോലും ആ മതത്തിന്റെ പേരിൽ ഈ രാജ്യം അറിയപ്പെടാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് അന്ന് ഗാന്ധി സ്വീകരിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ ഒരു നേതൃനിര അങ്ങനെ തന്നെ, അത് അംബേദ്കർ ആയാലും നെഹ്റു ആയാലും, ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഭാഗമായി ആ ചർച്ചകളിൽ പങ്കെടുത്ത മതനിരപേക്ഷ ബോധമുള്ള എല്ലാ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതൃനിരയും അന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു, രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തോടു കൂടിയുള്ള ഒരു ഭരണഘടനയായിരിക്കണം അംഗീകരിക്കേണ്ടത്. അങ്ങനെ മതരാജ്യമാവാൻ തടസ്സം നിന്ന, ആ മതരാജ്യത്തിലേക്കുള്ള ഈ രാജ്യത്തിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഗാന്ധിയാണ് ഒന്നാമത്തെ ശത്രു എന്ന് RSS അന്ന് പ്രഖ്യാപിക്കുന്നു. വേറൊരു ശത്രുതയും ഗാന്ധിയോടില്ല. അപ്പൊ തങ്ങളുടെ മതരാഷ്ട്രവാദ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കാത്ത ഗാന്ധി കൊന്നു തള്ളണം എന്നാണ് RSS തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ വന്ധ്യവയോധികനെ ലോകത്തിനു മുന്നിൽ അത്ഭുതമായി ജീവിച്ച ഒരു മനുഷ്യനെ വെടിവെച്ച് കൊന്നുകളഞ്ഞത്. ഗാന്ധി മരിച്ച സന്ദർഭത്തിൽ ഐൻസ്റ്റീൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്, ഇങ്ങനെ മജ്ജയും മാംസവുമുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് നാളത്തെ തലമുറ ഒരുപക്ഷെ വിശ്വസിച്ചേക്കില്ല എന്നാണ്. ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് നാളെ പറഞ്ഞാൽ അടുത്ത തലമുറ വിശ്വസിക്കുമോ? അങ്ങനെയുള്ള ഒരു ജീവിതം നയിച്ച ആളായിരുന്നു ഗാന്ധി. അപ്പം മതനിരപേക്ഷ ഉള്ളടക്കത്തെ
ഈ രാജ്യത്തിൻ്റെ ഒരു പൊതുബോധമാക്കി വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു ഗാന്ധി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് ഇന്ന് പല വിധത്തിലുള്ള പരിക്കുമേറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, മതനിരപേക്ഷത വെല്ലുവിളികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഗാന്ധിയെ സ്മരിക്കുകയും ആ ഓർമ്മയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പോരാട്ടങ്ങൾക്ക് നാം തുടക്കം കുറിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഗാന്ധി ഘാതകർ രാജ്യത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. 10 വർഷം ഭരണം പൂർത്തീകരിച്ച് 11ാമത്തെ വർഷം 3ാം ടേമിലേക്ക് ഈ ഭരണം പോകുന്നു. പക്ഷെ അവർക്ക് ആഗ്രഹിച്ച രൂപത്തിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചടികൾ ഉണ്ടായി തുടങ്ങി. 2014 കേവല ഭൂരിപക്ഷമായിരുന്നു. 2019 കേവല ഭൂരിപക്ഷമായിരുന്നു. 2024 കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. 2024 അവർ പ്രഖ്യാപിച്ചത് RSS രൂപീകരിച്ചിട്ട് 100 വർഷം തികയുന്ന വർഷമാണ്. 1925 RSS രൂപീകരിച്ചിട്ട് ഇതാ 2025 കാലെടുത്ത് വെക്കുന്നു. അവ 24 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 400 സീറ്റ് നിങ്ങൾ തരണം. അങ്ങനെ 400 സീറ്റ് ഞങ്ങൾ വാങ്ങി അധികാരത്തിൽ വന്നാൽ 3ാമത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അടുത്ത പ്രഖ്യാപനം ഈ രാജ്യത്തെ ഹിന്ദു രാജ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപനമായിരിക്കും എന്നാ പറഞ്ഞത്. ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു RSSനും ഈ രാജ്യത്തെ അഡ്രസ് ഉണ്ടാവില്ല. ഒരു നരേന്ദ്രമോദിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇന്നിപ്പോ ചന്ദ്രബാബു നായിഡു, ബീഹാറിൽ നിതീഷ് കുമാർ, ഇവരുടെ എല്ലാം കന്നിവിലാണ് ഈ ഭരണം ഇങ്ങനെ നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് അവരിപ്പോ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുന്ന ആളായിട്ട് നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. നിൽക്കട എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളായിട്ട് ഇപ്പൊ നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 3ാം മന്ത്രിസഭയിൽ 1ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബീഹാറിന് 15,000 കോടി, ആന്ധ്രയ്ക്ക് 20,000 കോടി, എത്രയാണോ ചോദിക്കുന്നത് ചോദിച്ചതിൻ്റെ ഇരട്ടി പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. കാരണം മോഡിയുടെ അധികാരത്തിൻ്റെ കസേര ഉറച്ചു നിൽക്കുന്നത് ബീഹാറിലെയും ആന്ധ്രയിലെയും പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിലാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമായ നിലയിൽ ഈ രാജ്യം മതനിരപേക്ഷത കൈവടിയുന്നു എന്ന സന്ദേശം രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നു. രാജ്യത്തെ ചെറുപ്പത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമുയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ അതിശക്തമായ പോരാട്ടവുമായിട്ട് ഇന്ത്യൻ തെരുവുകളിൽ നിറഞ്ഞു നിന്നു. നരേന്ദ്രമോദിയോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത തൊഴിലെവിടെ എന്ന ചോദ്യം ഈ രാജ്യത്തുയർത്തി. മോഡി വേർ ഈസ് മൈ ജോബ് എന്ന ചോദ്യവുമായിട്ട് ഇന്ത്യയിലെ ചെറുപ്പം അണിനിരന്നു. ഇന്ത്യയിലെ സൈനിക മേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ശക്തമായ സമരം നമ്മൾ കണ്ടില്ലേ? ഹരിയാനയിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, കാശ്മീരിൽ എവിടെയെല്ലാം സമരമുണ്ടായി. അവിടങ്ങളിലെല്ലാം സംഘപരിവാരത്തെ അധികാരത്തിൽ കൊണ്ടുവരാൻ വോട്ട് ചെയ്ത ചെറുപ്പക്കാർ തന്നെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ധരിക്കും, എന്നിട്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വന്നല്ലോ. നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യേണ്ട ഒരു വലിയ വിഭാഗം ജനത ഇപ്പോഴും നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം അവരുടെ ജീവിത അനുഭവത്തെ മുൻനിർത്തിയിട്ട് വരും. എപ്പോൾ വരും? ഈ പാവപ്പെട്ട ജനങ്ങളോട് ശ്രീരാമന് ക്ഷേത്രം പണിയുന്നു അല്ലേ, എന്തൊക്കെ തൊഴിലില്ലായ്മക്ക് എതിരായി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരോട് എന്താ പറയുന്നത്? നിങ്ങളിപ്പോൾ സമരം ചെയ്യണ്ട. തൊഴിലില്ലായ്മക്കെതിരായ സമരത്തിലല്ല നിങ്ങൾ പങ്കെടുക്കേണ്ടത്. ഗ്യാസിന്റെ വിലവർദ്ധനവിനെതിരായ സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പണിമുടക്ക് സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾ പങ്കെടുക്കേണ്ടത്, നിങ്ങളുടെ ഊർജം ചെലവഴിക്കേണ്ടത് ഇവിടെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ്.
അല്ലെങ്കിൽ ഇനി ഏതെല്ലാം പള്ളികളാണ് പൊളിക്കേണ്ടത് എന്ന് RSS ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പള്ളികൾ എങ്ങനെ പൊളിക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ ജീവിത ദുരിതം വർദ്ധിച്ചു വരുന്നു. നിങ്ങൾക്ക് അധികാലം ഈ രാജ്യത്തെ ജനങ്ങളെ മതം പറഞ്ഞും രാമനെ ചൂണ്ടിക്കാണിച്ചും അയോധ്യയിൽ ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞിട്ടൊന്നും പറ്റിക്കാൻ കഴിയില്ല.
ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു RSSനും ഈ രാജ്യത്ത് അഡ്രസ് ഉണ്ടാവില്ല. ഒരു നരേന്ദ്രമോദിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇന്നിപ്പോ ചന്ദ്രബാബു നായിഡു, ബീഹാറിൽ നിതീഷ് കുമാർ, ഇവരുടെ എല്ലാം കന്നിവിലാണ് ഈ ഭരണം ഇങ്ങനെ നിലനിർത്തി പോകുന്നത്. അതുകൊണ്ട് അവരിപ്പോ ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുന്ന ആളായിട്ട് നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. നിൽക്കട എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളായിട്ട് ഇപ്പൊ നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മൂന്നാം മന്ത്രിസഭയിൽ ഒന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബീഹാറിന് 15,000 കോടി, ആന്ധ്രയ്ക്ക് 20,000 കോടി, എത്രയാണോ ചോദിക്കുന്നത് ചോദിച്ചതിന്റെ ഇരട്ടി പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. കാരണം മോഡിയുടെ അധികാരത്തിന്റെ കസേര ഉറച്ചു നിൽക്കുന്നത് ബീഹാറിലെയും ആന്ധ്രയിലെയും പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിലാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമായ നിലയിൽ ഈ രാജ്യം മതനിരപേക്ഷത കൈവടിയുന്നു എന്ന സന്ദേശം രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നു. രാജ്യത്തെ ചെറുപ്പത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമുയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർ അതിശക്തമായ പോരാട്ടവുമായിട്ട് ഇന്ത്യൻ തെരുവുകളിൽ നിറഞ്ഞു നിന്നു. നരേന്ദ്രമോദിയോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത തൊഴിലെവിടെ എന്ന ചോദ്യം ഈ രാജ്യത്തുയർത്തി. മോഡി വേർ ഈസ് മൈ ജോബ് എന്ന ചോദ്യവുമായിട്ട് ഇന്ത്യയിലെ ചെറുപ്പം അണിനിരന്നു. ഇന്ത്യയിലെ സൈനിക മേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ശക്തമായ സമരം നമ്മൾ കണ്ടില്ലേ? ഹരിയാനയിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, കാശ്മീരിൽ, എവിടെയെല്ലാം സമരമുണ്ടായി. അവിടങ്ങളിലെല്ലാം സംഘപരിവാരത്തെ അധികാരത്തിൽ കൊണ്ടുവരാൻ വോട്ട് ചെയ്ത ചെറുപ്പക്കാർ തന്നെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ധരിക്കും, എന്നിട്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വന്നല്ലോ. നരേന്ദ്രമോദിക്കെതിരായി വോട്ട് ചെയ്യേണ്ട ഒരു വലിയ വിഭാഗം ജനത ഇപ്പോഴും നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം അവരുടെ ജീവിത അനുഭവത്തെ മുൻനിർത്തിയിട്ട് വരും. എപ്പോ വരും? ഈ പാവപ്പെട്ട ജനങ്ങളോട് ശ്രീരാമന് ക്ഷേത്രം പണിയുന്നു അല്ലേ, എന്തൊക്കെ തൊഴിലില്ലായ്മക്ക് എതിരായി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരോട് എന്താ പറയുന്നത്? നിങ്ങളിപ്പോ സമരം ചെയ്യണ്ട. തൊഴിലില്ലായ്മക്കെതിരായ സമരത്തിലല്ല നിങ്ങൾ പങ്കെടുക്കേണ്ടത്. ഗ്യാസിന്റെ വിലവർദ്ധനവിനെതിരായ സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പണിമുടക്ക് സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾ പങ്കെടുക്കേണ്ടത്, നിങ്ങളുടെ ഊർജം ചെലവഴിക്കേണ്ടത് ഇവിടെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ്. അല്ലെങ്കിൽ ഇനി ഏതെല്ലാം പള്ളികളാണ് പൊളിക്കേണ്ടത് എന്ന് RSS ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പള്ളികൾ എങ്ങനെ പൊളിക്കാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ ജീവിത ദുരിതം വർദ്ധിച്ചു വരുന്നു. നിങ്ങൾക്ക് അധികാലം ഈ രാജ്യത്തെ ജനങ്ങളെ മതം പറഞ്ഞും രാമനെ ചൂണ്ടിക്കാണിച്ചും അയോധ്യയിൽ ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞിട്ടൊന്നും പറ്റിക്കാൻ കഴിയില്ല.